എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മർജാൻ. ഞാൻ ഷുഹൈബ. ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് പേജ് നമ്പർ 375 സൂറത്ത് ശുഅറയിലെ 184 ആയത്ത് മുതൽ 206 ആയത്ത് വരെയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തഖുല്ലദീ ഖലഖകും വൽജിബില്ലതൽ അവ്വലീൻ. നിങ്ങളെയും ആദിമ സൃഷ്ടികളെ പൂർവ്വജനങ്ങളെയും സൃഷ്ടിച്ചുണ്ടാക്കിയവനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. ഖാലൂ ഇന്നമാ അൻത മിനൽ മുസഹ്ഹരീൻ. അവർ പറഞ്ഞു, നിശ്ചയമായും നീ ആഭിചാരബാധിതരിൽപ്പെട്ടവൻ തന്നെയാകുന്നു. വമാ അൻത ഇല്ലാ ബശറും മിസ്ലുനാ വഇന്ന ലമിനൽ കാദിബീൻ. നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനല്ലാതെ മറ്റൊന്നുമല്ല. നീ വ്യാജവാദികളിൽപ്പെട്ടവൻ തന്നെയാണെന്ന് നിശ്ചയമായും ഞങ്ങൾ നിന്നെക്കുറിച്ച് ധരിക്കുന്നു. فأسقط علينا كسفا من السماء إن كنت من الصادقين. അതുകൊണ്ട് ആകാശത്തു നിന്ന് ചില തുണ്ടുകൾ ഞങ്ങളുടെ മേൽ നീ വീട്ടിക്കൊള്ളുക, നീ സത്യവാദികളിൽപ്പെട്ടവനാണെങ്കിൽ. قال ربي أعلم بما تعملون. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പ്രവർത്തിച്ചു വരുന്നതിനെ കുറിച്ച് എന്റെ റബ്ബ് നല്ലവണ്ണം അറിയുന്നവനാകുന്നു. فكذبوه فأخذهم عذاب يوم الظلة إنه كان عذاب يوم عظيم. അങ്ങനെ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി. അതിനാൽ മേഘത്തണലിന്റെ ദിവസത്തിലെ ശിക്ഷ അവരെ പിടികൂടി. നിശ്ചയമായും അത് ഒരു വമ്പിച്ച ദിവസത്തിലെ ശിക്ഷയായിരുന്നു. ഇന്ന ഫീ ദാലിക ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. നിശ്ചയമായും അതിലൊരു വലിയ ദൃഷ്ടാന്തമുണ്ട്. അവരിൽ അധികമാളും വിശ്വസിക്കുന്നവരല്ല. വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. നിശ്ചയമായും നിന്റെ റബ്ബ് തന്നെയാണ് പ്രതാപശാലിയും കരുണാനിധിയും. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. നിശ്ചയമായും അത് ഖുർആൻ ലോകരക്ഷിതാവ് അവതരിപ്പിച്ചത് തന്നെ. നസല ബിഹിർ റൂഹുൽ അമീൻ. ആ വിശ്വസ്തനായ ആത്മാവ് ജിബ്രീൽ അതും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. നിന്റെ ഹൃദയത്തിൽ നീ താക്കീത് നൽകുന്നവരുടെ കൂട്ടത്തിൽ ആയിരിക്കുവാൻ വേണ്ടി. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. സ്പഷ്ടമായ അറബി ഭാഷയിൽ. വഇന്നഹു ലഫീ സുബുരിൽ അവ്വലീൻ. നിശ്ചയമായും അത് ഖുർആൻ മുൻഗാമികളുടെ ഗ്രന്ഥങ്ങളിലുമുണ്ട്. അവലം യകുല്ലഹും ആയതൻ അൻ യഅലമഹു ഉലമാഉ ബനീ ഇസ്രായീൽ. ഇസ്രായേൽ സന്തതികളിലെ പണ്ഡിതന്മാർക്ക് അതറിയാമെന്നുള്ളത് ഇവർക്ക് ഈ അവിശ്വാസികൾക്ക് ഒരു ലക്ഷ്യമാകുന്നില്ലയോ? വലൗ നസ്സൽനാഹു അലാ ബഅദിൽ അഅ്ജമീൻ. അനറബികളിൽ ഏതെങ്കിലും ചിലരുടെ മേൽ നാം അത് ഖുർആൻ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ. ഫഖറഅഹു അലൈഹിം മാ കാനൂ ബിഹി മുഅ്മിനീൻ. എന്നിട്ട് അദ്ദേഹം അതവർക്ക് ഓതിക്കൊടുക്കുകയും ചെയ്താൽ അവർ അതിൽ വിശ്വസിക്കുന്നവരായിരിക്കുകയില്ല. കദാലിക സലക്നാഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ. അപ്രകാരം ആ കുറ്റവാളികളുടെ ഹൃദയങ്ങളിൽ നാം അത് ആ അവിശ്വാസനയം കടത്തിയിരിക്കുകയാണ്. ലാ യുഅ്മിനൂന ബിഹി ഹത്താ യറവുൽ അദാബൽ അലീം. വേദനയേറിയ ശിക്ഷ കാണുന്നതുവരേക്കും അവർ അതിൽ വിശ്വസിക്കുകയില്ല.
فيأتيهم بغتة وهم لا يشعرون. അങ്ങനെ അവർക്കറിയാത്ത നിലയിൽ പെട്ടെന്ന് അതവർക്ക് വന്നെത്തുകയും ചെയ്യുന്നതുവരെ. فيقولوا هل نحن منظرون. അപ്പോൾ അവർ പറഞ്ഞേക്കും, ഞങ്ങൾ താമസം നൽകപ്പെടുന്നവരാണോ, ഞങ്ങൾക്ക് വല്ല ഒഴിവും ലഭിക്കുമോ? أفبعذابنا يستعجلون. എന്നാൽ നമ്മുടെ ശിക്ഷയെ പറ്റിയാണോ അവർ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? أفرأيت إن متعناهم سنين. ഇനി നീ കണ്ടുവോ, നീ ആലോചിച്ചു നോക്കൂ, കുറെ കൊല്ലങ്ങളോളം നാം അവർക്ക് സുഖഭോഗം നൽകുന്നതായാൽ. ثم جاءهم ما كانوا يوعدون. പിന്നീട് താക്കീത് നൽകപ്പെട്ടു വരുന്നത് ശിക്ഷ അവർക്ക് വരികയും ചെയ്താൽ. അസ്സലാമു അലൈക്കും.